അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കൾ, ഉസ്താദുമാർ, മറ്റ് അഭ്യുദയകാംക്ഷികൾ, മർക്കസു സഖാഫത്തി സുന്നിയയ്ക്ക് കീഴിൽ അക്കാദമി ഓഫ് വുമൺ സ്റ്റഡീസ് ആൻഡ് ഇസ്ലാമിക് സയൻസ് എന്ന സംരംഭത്തിന് കീഴിലായിക്കൊണ്ട് ഹാദിയ കോഴ്സ് സംവിധാനം പ്രവർത്തിച്ചു വരികയാണല്ലോ. ഹാദിയ എന്ന ബ്രാൻഡിങ്ങിന് കീഴിൽ വിവിധ കോഴ്സുകൾ നടന്നു വരുന്നു. കേരളം, കർണാടക, തമിഴ്നാട് തുടങ്ങിയ ദക്ഷിണേന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളായിക്കൊണ്ട് 120ഓളം ഹാദിയ ക്യാമ്പസുകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. 2025-26 അധ്യയന വർഷത്തെ പഠനാരംഭ സെഷനിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹാദിയ ഹയർ സെക്കൻഡറി, ഹാദിയ ഡിപ്ലോമ, ഹാദിയ ഡിഗ്രി തുടങ്ങിയ വിവിധ സ്ട്രീമുകളിലായി ഏകദേശം 6000ഓളം വിദ്യാർത്ഥികൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അൽ ഹിദായ എന്ന നാമധേയത്തിൽ നടക്കുന്ന ഈ മഹത്തായ പ്രോഗ്രാമിൽ ഇന്ന് നമ്മോട് പ്രമുഖ ഉസ്താദുമാർ സംവദിക്കുന്നുണ്ട്. ഈ മഹത്തായ പ്രോഗ്രാം ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മർക്കസ് ഡയറക്ടർ ജനറൽ സി മുഹമ്മദ് ഫൈസി ഉസ്താദ്, മർക്കസ് ഡയറക്ടർ ഉബൈദുള്ള സഖാഫി തുടങ്ങിയവരും നമ്മോട് സംവദിക്കുന്നു. ഹാദിയ കുടുംബത്തിൻ്റെ ഈ മഹത്തായ പ്രോഗ്രാമിലേക്ക് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വമുസ്ലിമ. എല്ലാ മുസ്ലിമായ പുരുഷനും സ്ത്രീക്കും അറിവ് പഠിക്കൽ അനിവാര്യമാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സ്ത്രീകളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഹാദിയ എന്ന പേരിൽ 110 സെൻ്ററുകളിൽ നാം ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പഠിച്ച് വിജയിച്ച് പോകുന്ന സ്ത്രീകൾക്ക് ഹാദിയ എന്ന സർട്ടിഫിക്കറ്റും നാം നൽകാറുണ്ട്. അതിൻ്റെ ഈ വർഷത്തെ പഠന ആരംഭമാണ് ഇന്ന് നടക്കുന്നത്. എല്ലാ സ്ത്രീകളും ഈ ക്യാമ്പ് അനിവാര്യമാണെന്ന് മനസ്സിലാക്കി അതിൽ ചേർന്ന് പഠിക്കണമെന്നും പഠിക്കാൻ വരുന്ന എല്ലാ വിദ്യാർത്ഥിനികളും വളരെയധികം ഉത്സാഹിക്കണമെന്നും ഇസ്തിഖാമത്തിൻ്റെ വഴിയിലായി ജീവിച്ച് ഇസ്തിഖാമത്തിൻ്റെ വഴിയിലായി മരിക്കാൻ തൗഫീഖിന് വേണ്ടി എല്ലാവരും അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നും ഈ ഉദ്ഘാടന സമയത്ത് ഞാൻ ഉപദേശിച്ചുകൊണ്ട് നമ്മുടെ പഠന ആരംഭം കുറിക്കാൻ സമ്മതം നൽകുന്നു. അല്ലാഹു തആല ഈ സംരംഭം പരിപൂർണമായി വിജയിപ്പിച്ചു തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സഹോദരിമാരുടെ വിദ്യാഭ്യാസം എല്ലാ കാലത്തും പരിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ. വിശ്വാസമുള്ള ഓരോ സഹോദരിയും ഓരോ സഹോദരനും വിദ്യ അഭ്യസിക്കൽ അനിവാര്യമാണ്. സ്ത്രീകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ മതപഠനവും ഭൗതിക ശാസ്ത്രം പഠിക്കാൻ ആധുനികവും ആയ വിദ്യകൾ നേടിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ അവരുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന് ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി
അത് പ്രായോഗികമാക്കുകയാണ് മർക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിലും ഗൾഫിലും ധാരാളം യൂണിറ്റുകളിൽ ആവിസിൻ്റെ കീഴിൽ ഹാദിയ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 2025-26 അധ്യയന വർഷത്തെ പഠനങ്ങൾ ഇന്ന് ആദരണീയരായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ തുടങ്ങിത്തരുന്ന ഈ സന്ദർഭത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് നമ്മുടെ ബാധ്യത. തൊട്ടിൽ മുതൽ ചുടല വരെ നീണ്ടു നിൽക്കുന്ന ജീവിതത്തിൽ ഒരു സെക്കൻഡിലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഒരു ധർമ്മമാണ് അറിവ് സമ്പാദിക്കുക എന്നത്. ആ അറിവ് സമ്പാദിക്കുക മാത്രമല്ല, അത് കർമ്മത്തിൽ കൊണ്ടുവരികയും അറിയുന്ന കാര്യങ്ങൾ ഏറ്റവും അടുത്തവർക്ക് നൽകുകയും ചെയ്യുകയാണ് ഹാദിയ എന്ന കോഴ്സിൻ്റെ പ്രധാന പ്രോഗ്രാം. അതാണ് സ്വന്തം ഉമ്മയിലേക്ക്, ജ്യേഷ്ഠത്തിമാരിലേക്ക്, അനുജത്തിമാരിലേക്ക്, ഏറ്റവും അടുത്ത സ്ത്രീകളിലേക്ക് ആദ്യവും പിന്നീട് ബന്ധപ്പെടുന്ന മറ്റു സഹോദരികളിലേക്കും അറിവുകൾ പകർന്നു കൊടുക്കുക എന്ന ഒരു ദൗത്യം നിർവഹിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും സഹോദരികൾ പഠിച്ചിരിക്കണം. അങ്ങനെ ഓരോ കുടുംബത്തെയും ഉത്തമ കുടുംബമാക്കി മാറ്റാൻ സ്വന്തം കുട്ടികളിലേക്കും കുടുംബത്തിലേക്കും നന്മകൾ എത്തിക്കുന്നതിനുള്ള ഒരു വഴിയാണ് ഹാദിയ കോഴ്സ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മർക്കസിൻ്റെ കീഴിലുള്ള ഈ സംവിധാനം കേരളത്തെ ആകെ ഇളക്കി മറിച്ചിട്ടുണ്ട്. എത്രയോ കുടുംബങ്ങളിലേക്ക് ഹാദിയ കോഴ്സ് പാസ്സായ പെൺകുട്ടികൾ നന്മയുടെ സന്ദേശം എത്തിച്ചിട്ടുണ്ട്. അന്യ പുരുഷന്മാരുടെ മുൻപിൽ ശബ്ദിക്കുക എന്നതല്ല, മറിച്ച് സ്ത്രീകളിലേക്ക് സ്ത്രീകൾ സന്ദേശങ്ങൾ എത്തിക്കുക എന്ന ആശയം വളരെ പക്വവും ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതുമാണ്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. സ്ത്രീകൾ സ്ത്രീകളിലേക്ക് നന്മ എത്തിക്കുക എന്ന ദഅവത്ത്, അത് നിർവഹിക്കാൻ കഴിയണമെങ്കിൽ ഓരോ സഹോദരിയും നിർബന്ധമുള്ള കാര്യങ്ങളും സുന്നത്തുള്ള കാര്യങ്ങളും ഹറാമായത് കറാഹത്തുള്ളത് ഇതൊക്കെ വേറെ വേറെയായി നന്നായി പഠിക്കണം. പഠിക്കുമ്പോൾ മാത്രമേ അറിവില്ലാത്ത ആളുകളിൽ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിയുകയുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹ അതിന് മാതൃകയാണ്. സ്വന്തം ഭർത്താവിൽ നിന്ന് അറിവ് പഠിച്ചുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പണ്ഡിതയായത്. സ്വന്തം പിതാവിൽ നിന്ന് പഠിച്ച് വളർന്ന ധാരാളം വനിതകൾ ചരിത്രത്തിലുണ്ട്. ഏതെങ്കിലും രൂപത്തിൽ ഇസ്ലാമിൻ്റെ പരമ്പരാഗതമായ അറിവുകൾ അത് പഠിക്കുക, അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിഭാവനം ചെയ്യുന്ന അറിവുകളാണ്. ആ ഒരു റൂട്ടിലൂടെ നീങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ലക്ഷ്യം നേടാൻ കഴിയുകയുള്ളൂ. മഹാന്മാരെ തള്ളിപ്പറയുന്ന, അള്ളാഹുവിൻ്റെ മഹാന്മാരായ അമ്പിയാക്കളെ സാധാരണ മനുഷ്യരായി സങ്കല്പിക്കുന്ന, ഔലിയാക്കളുടെ മഹത്വങ്ങൾ എടുത്തു മാറ്റുന്ന പുതിയ കക്ഷികൾ, അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം നന്നായി അറിഞ്ഞ് പരമ്പരാഗത വിശ്വാസത്തിലേക്ക് നമ്മുടെ തലമുറകളെ എത്തിക്കാൻ ഹാദിയ നമുക്ക് എല്ലാ പ്രചോദനവും നൽകുന്നുണ്ട്. ഏതെങ്കിലും ഒരു ജോലി നേടണം എന്നത് ഹാദിയയുടെ അടിസ്ഥാന ലക്ഷ്യമല്ല. പക്ഷേ ഭർത്താവിന്, പിതാവിന് വല്ല രോഗമോ പ്രയാസമോ വരുമ്പോൾ ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വരും. അത്തരം ഘട്ടങ്ങളിൽ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായാൽ അത് വല്ലാതെ ഉപകാരപ്പെടും. ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഹാദിയ പഠിക്കുന്ന കുട്ടികൾക്ക് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള +2 ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ മർക്കസ് നൽകുന്നതുകൊണ്ട് ഹാദിയയുടെ യൂണിറ്റുകളിൽ പഠിക്കുന്ന ഓരോ പെൺകുട്ടിയും ഇന്ന് സംതൃപ്തയാണ്. ആ കുട്ടികളുടെ
ജീവിത രീതികളും സ്വഭാവ നടപടികളും മാതാപിതാക്കൾ വളരെയേറെ ഇഷ്ടപ്പെടുന്നു. അവരെ വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്ന പുരുഷന്മാർ എല്ലാ അർത്ഥത്തിലും ഭാഗ്യവാന്മാരാണ്. ഇൻഷാ അല്ലാഹ് മർക്കസിൻ്റെ ഈ ഒരു മുന്നേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാൻ രക്ഷിതാക്കളും ഹാദിയയുടെ പൂർവ്വ വിദ്യാർത്ഥിനികളും എല്ലാവരും മർക്കസിനോടൊപ്പം ഉണ്ടാകണമെന്ന് വിദ്യാരംഭത്തിൻ്റെ ഈ ദിവസത്തിൽ പ്രത്യേകമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ്. സ്വലാത്തും വസ്സലാമുൻ അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ ഹബീബ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹാദിയ പഠിതാക്കളെ, മാനേജ്മെൻറ്റ് പ്രതിനിധികളെ, മർക്കസ് സ്ത്രീ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വളരെ നേരത്തെ തന്നെ തുടക്കം കുറിച്ച് ഇന്ന് ഏകദേശം 110ഓളം സെൻറ്ററുകളിലായി ദക്ഷിണേന്ത്യയിൽ പല ഭാഗങ്ങളിലായി, കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം വ്യാപിച്ചു കിടക്കുന്ന ഒരു ബൃഹത്തായ സ്ത്രീ വിദ്യാഭ്യാസ പദ്ധതിയാണ് മർക്കസ് ഹാദിയ. അതിൻ്റെ 2025-26 വർഷത്തെ അധ്യയനം ആരംഭിക്കുകയാണ്. പുതിയ സാഹചര്യങ്ങളിൽ മത്സരത്തിൻ്റെ ലോകത്ത്, പുതുമകളുടെ ലോകത്ത്, സാങ്കേതിക മികവിൻ്റെ കാലത്ത് സ്ത്രീ വിദ്യാഭ്യാസം എന്നത് പ്രത്യേകമായി ഒരു പദ്ധതിയായി മർക്കസ് അവതരിപ്പിക്കുന്നത് അത് സ്ത്രീ സമൂഹത്തിനുള്ള ഒരു പരിഗണനയും സ്ത്രീ സമൂഹത്തിൽ ഉന്നതിയിലെത്തിക്കുന്നതിനുള്ള വലിയ ശ്രമത്തിൻ്റെ ഭാഗവുമായിട്ടാണ്. ഹാദിയ പദ്ധതിയിലൂടെ മർക്കസ് മുന്നോട്ട് വയ്ക്കുന്നത് സാങ്കേതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ധാർമ്മിക ബോധവുമുള്ള ഒരു നല്ല സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പാണ്. ധാർമ്മിക ബോധം ഇന്നത്തെ ഏറ്റവും അനിവാര്യമായൊരു ഘടകമാണ് എന്നത് ആർക്കും തർക്കമില്ല. വിദ്യാഭ്യാസം അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ധർമ്മബോധവും കൂടെ ഒപ്പം വേണമെന്നുള്ള ചിന്തയിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. അത് വേണ്ട എന്ന് പറഞ്ഞിരുന്നവർ അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെങ്കിൽ പോലും സമൂഹം ഒന്നടങ്കം മനുഷ്യരെ തിരിച്ചറിയുന്ന മാനുഷിക മൂല്യങ്ങളെ പരിഗണിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിനെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാദിയക്ക് പുതിയ കാലത്ത് പ്രത്യേകമായ ഒരു സ്ഥാനം അർഹിക്കുന്നുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ധർമ്മബോധമുള്ള നല്ല കുടുംബിനികൾ, നല്ല കുടുംബങ്ങൾ, അതുപോലെ നല്ല അയൽവക്കക്കാർ, സമൂഹത്തിൽ ഇടപെടുന്ന നല്ല മൂല്യബോധമുള്ള ഒരു സ്ത്രീ സമൂഹം, ഇതൊക്കെയാണ് മർക്കസ് ഹാദിയ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഇതുവഴി നിരവധി ആളുകൾക്ക് വലിയ രീതിയിലുള്ള വിജയം നേടിക്കൊടുക്കാൻ മർക്കസിന് സാധിച്ചിട്ടുണ്ട്. മർക്കസ് ഹാദിയയിൽ നിന്ന് ഇത്രയും കാലയളവിൽ പിരിഞ്ഞുപോയ 25,000-ഓളം വരുന്ന ആലുമിനികൾ അവർ സമൂഹത്തിലെ ഉന്നതങ്ങളിൽ വലിയ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്നവരാണ്. ധാർമ്മിക മേഖലയിലും അതുപോലെ അവർക്ക് എത്തിപ്പെടാവുന്ന എല്ലാ മേഖലകളിലും അവരെത്തിപ്പെടുകയും അവിടങ്ങളിലെല്ലാം മൂല്യബോധത്തോടുകൂടി പ്രവർത്തിക്കുകയും പുതിയ ഒരു നല്ല സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് വേണ്ടി അവർ നന്നായി
പണിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അലുമിനിയിൽ മർക്കസിന് വലിയ പ്രതീക്ഷയുണ്ട്. ഹാദിയ ഈ പദ്ധതിയോട് ഇത്രയും കാലയളവിൽ സഹകരിച്ച നിരവധി ആളുകൾ ഇവിടെ അനുസ്മരിക്കേണ്ടതുണ്ട്. മർക്കസിൻ്റെ ഈ പദ്ധതിയോട് ചേർന്ന് നിന്ന കേരളത്തിലെയും പരിസര സംസ്ഥാനങ്ങളിലെയും നിരവധി മാനേജ്മെൻറ്റുകൾ ഈ കോഴ്സ് ഏറ്റെടുക്കുകയും വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ട് ആബിസിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, മർക്കസിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരുപാട് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. പുതിയ പദ്ധതികളുമായി മർക്കസ് ഈ വിഷയത്തെ വീണ്ടും സമീപിക്കുന്നുണ്ട്. അതിലെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഒത്താശയും ഉണ്ടാവണം എന്നൊരിക്കൽ കൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.